ഇപ്പോൾ നമ്മളൊരു മൂന്നാല് ആൾക്കാർ വട്ടം കൂടി ഇരിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളെക്കടി വന്ന ചർച്ച നാലാമത്തെ ഒരാളേക്കാരം. അയാൾ അങ്ങനെയാലേ, അയാൾ ശരിക്കും നമ്മൾ പറയുന്നത് അയാളിൽ ഉള്ള സ്വഭാവം തന്നെയായിരിക്കും ശരി. പക്ഷെ റസൂലുള്ളാഹി പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്യേണ്ടത് അയാളുടെ ബാക്കി നന്മകൾ എടുക്കലാണ്. എടാ, ഒരു മനുഷ്യനാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ, മനുഷ്യ സഹജമായിട്ട് ഇതൊക്കെ കടന്നു വരുമല്ലോ, എന്നാലും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യണ ഒരാൾ തന്നെയാണല്ലോ, ഇയാൾ ഉഷാറല്ലേ, ഇയാൾ ബാക്കി ഭാഗത്തൊക്കെ എന്തോ ഒരു മനോഹര എന്ന് വിചാരിക്കാനും പറയാനും പറ്റലാണ് മുസ്ലിമിന്റെ ബാധ്യത. അതാണ് മുസ്ലിം. അഥവാ ഒരു ഈബത്തിനും നമീമത്തിനും ചെവി കൊടുക്കൽ പോലും ഹറാമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇവിടെ ഇമാം നബി റഹിമഹുല്ലാഹ് എന്താണ് നമീമ എന്ന് കൊടുത്തതിന് വിശദീകരണം കൊടുത്തത്, നഖലു കലാമിൻ നാസി ബഅ്ളിഹിം ഇലാ ബഅദ്. ഒരാള് പറഞ്ഞ വർത്താനം ബാക്കിയുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഈ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു, മറ്റോ പറഞ്ഞു ഈ കേട്ടോ. എന്തിനാ? അലാ ജിഹത്തിൽ ഇഫ്സാദ്, ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അഭിപ്രായം മുഴുവൻ കൊണ്ട് എല്ലാരോടും പോയി വിളമ്പുക. നമ്മൾ പറയാം ഓ തിരുപ്പനാണ്, നമ്മൾ സാധാരണ വിളിക്കുന്ന സാധനം. ഈ വർത്തമാനം പറയുന്ന ആളുകൾ ജനങ്ങളെ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്, മോശക്കാരാണ് എന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കാൻ.